കൊല്ലം ജില്ലയിൽ 1500 വർഷം പഴക്കമുള്ള ഒരു അമ്പലത്തിൻ്റെ വിശേഷത്തിലേക്കാണ് ഇനി പോകുന്നത്. ഒരു പാറയിൽ കുത്തിയെടുത്ത അപൂർവമായ ഗുഹാക്ഷേത്രം, കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. ആനയുടെ ആകൃതിയുണ്ട് ക്ഷേത്ര നിർമ്മിതിക്ക്. പല്ലവന്മാർ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നു. കേരളത്തിലെ ദേവസ്വം, പുരാവസ്തു, ടൂറിസം തുടങ്ങിയ 3 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അമ്പലമാണിത്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ പേരിൽ കളത്തൃക്കോവിൽ മഹാദേവർ ക്ഷേത്രം എന്നാണ് അറിയുന്നത്. നമ്മൾ പുരാവസ്തു ഗവേഷകർ ഇതിന് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം അല്ലെങ്കിൽ കേവ് ടെമ്പിൾ എന്നും വിളിക്കുന്നു. ഇതിന് കോട്ടുക്കൽ എന്ന പേര് വന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. കോട്ടുക്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം കല്ല് കോട്ടിയ സ്ഥലം എന്നാണ്. കല്ലുകൊണ്ട് നിർമ്മിച്ച സ്ഥലമാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കോട്ടുക്കൽ എന്ന പേര് ചരിത്രത്തിൽ പ്രസിദ്ധമായി തീർന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ ക്ഷേത്രം പൂർണ്ണമായും കാണുമ്പോൾ ഒരാന കിടക്കുന്ന രീതിയിലാണ് ആ ക്ഷേത്രം ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാവുന്നത്. അതുകൊണ്ട് തന്നെ ഗണപതി ക്ഷേത്രം എന്ന പേരിൽ ഇത് പ്രശസ്തമായിട്ടുണ്ട്. പക്ഷെ ഗണപതി ഇവിടുത്തെ ഉപദേവതയാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവത എന്ന് പറയുന്നത് ശിവനാണ്. ഇപ്പോൾ 2 ശിവലിംഗങ്ങളും 2 ഗണപതി പ്രതിഷ്ഠകളും 2 നന്ദികേശ്വര പ്രതിഷ്ഠയും വലത്തുഭാഗത്തായിട്ട് ഒരു ഹനുമാൻ പ്രതിഷ്ഠയുമുള്ള ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണ് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. ദ്വൈത ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു ദ്വൈത ക്ഷേത്രം ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ, അത് ഈ ക്ഷേത്രമാണ്. കൊല്ലം കോട്ടുക്കൽ ജംഗ്ഷനിൽ നിന്ന് ചുണ്ട കടയ്ക്കൽ റോഡിൽ 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രം കാണാം. ദേവസ്വം വകുപ്പ്, പുരാവസ്തു, ടൂറിസം വകുപ്പുകളാണ് അമ്പലം സംരക്ഷിക്കുന്നത്. എന്നാൽ വേണ്ടത്ര പിന്തുണ വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു. ഗുഹാക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ദേവസ്വം ബോർഡിൻ്റെ കൈവശവും ഇതിൻ്റെ സംരക്ഷണം പുരാവസ്തുവിൻ്റെയും പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ദേവസ്വമായിട്ട് പിന്നെ നമ്മുടെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് 3 ഡിപ്പാർട്ട്മെൻറ്റ് ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രമാണ്. 3 ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള വികസന പ്രവർത്തനത്തിനും കാര്യമായിട്ട് മറ്റൊക്കെ നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരേ സമയത്ത് അവരുടെ അപ്രൂവലും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു സ്ഥിതിയും കൊണ്ടുണ്ട്. എങ്കിലും സാമാന്യ നാട്ടുകാർക്കുള്ള എല്ലാ സഹായത്തോടുകൂടി ആരെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല്ലവ രാജവംശത്തിലാണ് ക്ഷേത്രം പണിതതെന്ന് കരുതപ്പെടുന്നു. ഒരു പാറയിലാണ് ഈ ക്ഷേത്രം പൂർണ്ണമായും പണിതിരിക്കുന്നത്. വിഗ്രഹവും അതേ കല്ലിൽ തന്നെ കൊത്തിയെടുത്തത്. കൽത്തിരിക്കോവിലെന്നും ക്ഷേത്രത്തിന് പേരുണ്ട്. ഏകദേശം 1500 വർഷത്തിലധികം പഴക്കമുണ്ട്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിന് ടൂറിസം സാധ്യതകളും ഏറെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് JB ജ്യോതിഷിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.